ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അജികുമാറിന്റെ കുടുംബക്ഷേത്രം വക ഭവന പദ്ധതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട് നിർമ്മിച്ചു നൽകി. പ്രദേശത്ത് 2 വീടുകളാണ് അന്ന് നിർമ്മിച്ചത്. താക്കോൽദാന ചടങ്ങിൽ സ്ഥലം MLA യു പ്രതിഭയും പങ്കെടുത്തു എന്ന വിവരമാണ് രഘുനാഥ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രഘു, ഈ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ CPIയുടെ നോമിനിയല്ലേ? അദ്ദേഹവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ എന്താണ്? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ അജികുമാർ ബോർഡ് അംഗമായത്? അങ്ങനെയൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ തർപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കും. കാലാകാലങ്ങളിലായി അവിടെ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവരൊക്കെ ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രത്തോളം അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു, ഉണ്ണികൃഷ്ണൻ തിരുമേനി ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നതിന്റെ പുറത്തു വന്ന അവസാനത്തെ തെളിവാണ് ഈ നമ്മുടെ കായംകുളത്തുകാരനായ CPIയുടെ പ്രതിയായ അജികുമാറിന്റെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഉദ്ഘാടന ചടങ്ങ്. അതിൽ 3 വീടാണ് മൊത്തത്തിൽ നിർമ്മിച്ചു നൽകിയത്. അതിൽ 2 വീട് നിർമ്മിച്ചു നൽകിയത് ബാംഗ്ലൂരിലുള്ള അയ്യപ്പ ഭക്തരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വീട് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് നിർമ്മിച്ച് നൽകുകയായിരുന്നു. ഇനി ഒരുപക്ഷെ അദ്ദേഹം സ്പോൺസറെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രത്തോളം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു, അയാൾക്ക് എത്രത്തോളം ഇവരുമൊക്കെ ആയിട്ട് അടുപ്പമുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ വലയിൽ ബോധപൂർവമോ അല്ലാതെയോ ഈ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ മെമ്പർമാരുമൊക്കെ വീണിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രതീഷ് ചോദിച്ചതുപോലെ അല്ലാണ്ട് ഒരു CPIയുടെ പ്രതിനിധിയെ തീരുമാനിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ളൊരു ബന്ധം അജികുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നേരത്തെ ഉണ്ടോ എന്നുള്ളതിൽ നമുക്ക് തെളിവില്ല. ഒരുപക്ഷെ അജികുമാർ ദേവസ്വം ബോർഡ് മെമ്പർ ആയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവികമായിട്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉപജീവനവും കൊള്ളയും നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മെമ്പറുമായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു കൊള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉപജീവനവുമായി ബന്ധപ്പെട്ട കൊള്ള, അത് നല്ല പ്രയോഗമാണ്. അങ്ങനെ തന്നെ പൊതുജനത്തിനും വിശ്വാസികൾക്കും തോന്നിപ്പോവുകയാണ്. രഘു, കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസവൻ സംസാരിക്കുമ്പോൾ ഒരു വിദ്വാൻ എന്ന് ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് എനിക്കൊരു പരിചയമില്ല എന്ന മട്ടിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചത്. ഏതോ ഒരു വിദ്വാൻ, പക്ഷെ അങ്ങനെ ഒരു വിദ്വാനല്ല, എല്ലാവരുടെയും വേണ്ടപ്പെട്ടയാളാണ്. അതൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഈ അജികുമാറിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ. അതെ രജീഷ്, തീർച്ചയായും. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാളെ അറിയില്ല എന്ന് പറയുന്നത് വലിയ കള്ളത്തരമാണ്. പലപ്പോഴും ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടും പല അവതാരങ്ങളും സ്ഥിരമായി ശബരിമലയിൽ തൊഴുന്നുണ്ട്. ആളുകളുടെ പേര് പറയുന്നത്, നമ്മൾ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൊഴാൻ പോകുമ്പോഴും നമുക്ക് സ്ഥിരമായി ആളുകൾ അവിടുത്തെ സാധാരണ ഭക്തർക്ക് കയറിയിരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലിരുന്ന് നാമം ചൊല്ലുന്നത്, ജപിക്കുന്നത്, അതായത് ഹൈക്കോടതി പോലും സംശയത്തിന്റെ നിഴലിലുള്ള വ്യക്തികളാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഷെയ്ഡി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുള്ള ആളുകൾ ശബരിമലയെ മറയാക്കി പല ഇടനിലകളും കച്ചവടങ്ങളും നടത്തുന്ന ആളുകൾ ശബരിമലയിൽ സ്ഥിരമായിട്ടുണ്ട്. അത് കാലാകാലങ്ങളിലായിട്ടുള്ള ഒരു ദുഷിച്ച ആചാരമാണ്. അവിടെ പല ആളുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാൾ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയ മീനായതുകൊണ്ടും അയാൾ നടത്തിയത് കൊടും അഴിമതി ആയതുകൊണ്ടും പുറത്തു വന്നതേ ഉള്ളൂ. ആളുകളെ, അതായത് വലിയ പണക്കാരായ ഭക്തരെ തൊഴുതാൻ തുടങ്ങി അഴിമതി നടത്തുന്ന 19,000 രൂപ വാങ്ങി തൊഴാൻ നല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്ന താഴെത്തട്ടിലുള്ള അഴിമതി മുതൽ സ്വർണ്ണപ്പാളി വരെ അടിച്ചുകൊണ്ടു പോകുന്ന സ്ഥിരം അഴിമതികൾ അവിടെ നടക്കാറുണ്ട്. ഇതെല്ലാം നടത്തുന്നത് സ്ഥിരമായി അവിടെയുള്ള ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഉദ്യോഗസ്ഥ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും നല്ല ബന്ധങ്ങളുണ്ടാവും. ഒരു പക്ഷേ ഇവർ ഈ ഇപ്പം ദേവസ്വം മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടായിരിക്കും. പക്ഷേ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, അദ്ദേഹവുമായി പലതവണ സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വിവാദമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇതിലേക്ക് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി നൽകുന്നൊരു ന്യായീകരണമാണെന്ന് മാത്രം കരുതിയാൽ മതി. ചുരുക്കത്തിൽ അയ്യപ്പൻ തന്നെ കാത്തോളണമല്ലേ? ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ വാസു സംസാരിക്കുമ്പോൾ എങ്ങും തൊടാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനൊന്നും അറിയില്ല, സ്വർണം പോയോ എന്നറിയില്ല, എൻ്റെ കാലത്തല്ല നടന്നത്, എൻ്റെ ഉത്തരവാദിത്തമല്ല, അത് തിരുവാഭരണം കമ്മീഷണർ ഉത്തരവാദിത്തമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ തന്നെ കാത്തോളണം എന്ന പൊതുജനം സാധാരണ നിലയിൽ പറയുന്ന നിലയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതെ, എന്ന് മാത്രമല്ല രതീഷ്, അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ള ഒരു അമ്പലമാണ് ശബരിമല. അവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഹൈക്കോടതിയുടെയോ കോടതികളുടെയോ ഒന്നും
നിരീക്ഷണമോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാത്ത ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എന്തെല്ലാമാണ് അഴിമതികൾ നടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ നൽകിയൊരു വാർത്ത ഹരിപ്പാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. 20 വർഷം മുമ്പാണ് അവിടുത്തെ അമൂല്യമായ ലോഹക്കൂട്ട് കൊണ്ടുണ്ടാക്കിയ വിളക്കുകൾ കട്ടുകൊണ്ടുപോയത്. അതിന്റെ വിചാരണ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം കൂറുമാറി. ഇന്നും അവിടെ എത്ര കോടി രൂപയുടെ മുതലാണ് കട്ടുകൊണ്ടുപോയത് എന്ന് ഒരു ധാരണയുമില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ മൂല്യങ്ങളുള്ള കോടിക്കണക്കിന് രൂപ മൂല്യങ്ങളുള്ള പണ്ട് രാജാക്കന്മാരടക്കം സമർപ്പിച്ച പല വസ്തുക്കളുമുണ്ട്. ഇതിന്റെയൊക്കെ മൂല്യം എത്രയാണെന്നോ ഇത് എന്തൊക്കെയാണെന്നോ കൃത്യമായ രജിസ്റ്റർ പോലും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല.